ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഭരണഘടനയുടെ ആമുഖം അല്ലെങ്കിൽ ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗമാണ്. കേരള PSCയിൽ നിങ്ങൾ ഏത് ലെവലിലുള്ള എക്സാം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും LGS മുതൽ മുകളിലേക്കുള്ള ഏത് ലെവൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിയാമ്പിളിനെ ഭരണഘടനയുടെ ഹൃദയം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആത്മാവ് ഉൾക്കൊള്ളുന്ന ഒരു മുഖവുരയാണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. എന്താണ് പ്രിയാമ്പിൾ? ഒരു രാജ്യത്തിന്റെ ലക്ഷ്യങ്ങളും മൂല്യങ്ങളും വ്യക്തമാക്കുന്ന ഒരു ഭാഗമാണ്. നമുക്കറിയാം, നമ്മളൊരു പുതിയതായിട്ടൊരു പുസ്തകം വാങ്ങി അത് വായിച്ചു തുടങ്ങുന്നതിന് മുൻപ് ചിലപ്പോൾ ആമുഖം വായിക്കും. ഈ ആമുഖം വായിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ആ പുസ്തകത്തിന്റെ കണ്ടന്റ് എന്ന് നമുക്ക് മനസ്സിലാവും. അതുതന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ജനങ്ങൾക്ക് നൽകുന്നത്? അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ് ഈ പ്രിയാമ്പിൾ കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഉദ്ദേശിച്ചത്. പ്രിയാമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന വാചകത്തോടു കൂടിയാണ്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ജനങ്ങൾ തന്നെയാണ് ഭരണഘടനയുടെ ശക്തി, അല്ലെങ്കിൽ അധികാരം ജനങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്നൊരു ആശയമാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പിൾ ബേസ് ചെയ്തിരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ നിന്നാണ്. ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മൂവ് ചെയ്തിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രിയാമ്പിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ പ്രിയാമ്പിളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒന്ന് ചെറുതായിട്ട് ഭരണഘടന എങ്ങനെ രൂപം കൊണ്ടു എന്ന് നമുക്ക് അതിന്റെ ചരിത്ര പശ്ചാത്തലം എന്ന് നോക്കാം. നമുക്കറിയാം, 1947-46 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിക്കപ്പെട്ടു. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ വിവിധ തരം കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അതിലൊരു കമ്മിറ്റിയായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്, അല്ലെങ്കിൽ നിർമ്മാണ സമിതി, ഭരണഘടന നിർമ്മാണ സമിതി. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു കരട് രൂപം തയ്യാറാക്കിയത് എന്ന് നമുക്കറിയാം. അങ്ങനെ തയ്യാറാക്കിയ ഈ ഭരണഘടന 1949 നവംബർ 26 അംഗീകരിച്ചു. ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കണം. ഈ ദിവസം, അല്ലെങ്കിൽ 1949 നവംബർ 26 എന്ന് പറയുന്ന ഈ ഡേറ്റിൽ നമ്മൾ ഒരു ദിവസം ആചരിക്കുന്നുണ്ട്. ഏതാണ് ആ ദിവസം എന്നറിയാമോ? ഭരണഘടനാ ദിനം. അതായത് എല്ലാ വർഷവും നവംബർ 26 നമ്മൾ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. 49 നവംബർ 26 അംഗീകരിച്ച ഭരണഘടന പൂർണ്ണമായി പ്രാബല്യത്തിൽ വരുന്നത് 1950 ജനുവരി 26 എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത? നമുക്കറിയാം, ആ ദിവസമാണ് റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നത്. സോ ഇത് രണ്ടും നമ്മൾ മറന്നു പോകാൻ പാടില്ല. ആദ്യത്തേത് 1949 നവംബർ 26 ഭരണഘടന അംഗീകരിക്കപ്പെട്ട ദിവസം. ഈ അംഗീകരിച്ച ദിവസത്തെ, അതായത് ഭരണഘടന അംഗീകരിച്ച ദിവസമായ നവംബർ 26 എല്ലാ വർഷവും ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അതുപോലെ തന്നെ 1950 ജനുവരി 26 ഈ ഭരണഘടന പൂർണ്ണമായി പ്രാബല്യത്തിൽ വരുന്നത്. ഈ ദിവസം റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലേക്ക് വരുന്നതിന് മുൻപ് ഈ പ്രിയാമ്പിളിന്റെ കോമ്പണൻസ് എന്തൊക്കെയാണ്? അതല്ലെങ്കിൽ നമ്മൾ ഈ പ്രിയാമ്പിൾ കാണുകയാണെങ്കിൽ ഈ പ്രിയാമ്പിളിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും. ഒന്നെന്ന് പറയുന്നത് അതിന്റെ സോഴ്സ് ഓഫ് അതോറിറ്റി എന്നാണ്.
എവിടെ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷന് അധികാരം ലഭിക്കുന്നത്? അധികാരം എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്? അത് ജനങ്ങളിൽ നിന്നാണ്. അത് ആദ്യത്തെ വാചകം തന്നെ പറയുന്നുണ്ട്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുകൊണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇന്ത്യയുടെ ഒരു നേച്ചർ? എന്ത് തരത്തിലുള്ള ഒരു രാജ്യമാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നത് എന്നാണ്. അത് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് സർവഭൗമം. സർവഭൗമം എന്ന് ഉദ്ദേശിക്കുന്നത് സൊവേറിയൻ കൺട്രി. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സൊവേറിയൻ കൺട്രി എന്നുള്ളതാണ്. അതായത് പുറത്തുനിന്നോ അകത്തുനിന്നോ ഉള്ള യാതൊരു ഫോഴ്സിന്റെയും ഫലമില്ല ഫോഴ്സും ഇല്ലാതെ ഇന്ത്യക്ക് സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുണ്ട്. അത് ഇന്ത്യയുടെ വിദേശ നയമായിക്കോട്ടെ, പ്രതിരോധമായിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളായിക്കോട്ടെ, എന്തിലും പുറത്തു നിന്നുള്ള യാതൊരു ഇടപെടലുകളും ഉണ്ടാവില്ല. ഇന്ത്യക്ക് അവരുടെ കാര്യങ്ങളിൽ സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ഉണ്ട്. രണ്ടെന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് എന്നുകൊണ്ടാണ്. ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് കൺട്രിയാണ് എന്ന് പ്രിയാമ്പിൾ പറയുന്നു. സോഷ്യലിസ്റ്റ് കൺട്രി എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയില് സാമൂഹിക നീതിയും സമത്വവും ഉറപ്പാക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാ നമുക്ക് ഈ സാമൂഹ്യ നീതിയും സമത്വവും ഉറപ്പാക്കാൻ കഴിയുന്നത്? വിവിധ ക്ഷേമ പദ്ധതികളിലൂടെ സാമൂഹിക നീതിയും സമത്വവും ഉറപ്പാക്കാൻ കഴിയും. അടുത്തത് ഇന്ത്യ ഒരു സെക്യുലർ കൺട്രി എന്നുള്ളതാണ്. സെക്യുലർ കൺട്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ മതങ്ങൾക്കും തുല്യ ബഹുമാനം കിട്ടുന്നു, അല്ലെങ്കിൽ മതസ്വാതന്ത്ര്യമുണ്ട്. ഒരു പ്രത്യേക മതത്തിനും ഒരു പ്രത്യേക പ്രിവിലേജും ഇല്ല. എല്ലാ മതങ്ങൾക്കും തുല്യ അധികാരവും ബഹുമാനവും ഇന്ത്യയിൽ ലഭിക്കുന്നു എന്നുള്ളതാണ്. അടുത്തത് ജനാധിപത്യ രാജ്യമാണ് എന്നുള്ളതാണ്. അതായത് ജനങ്ങൾ തന്നെ ഭരണാധികാരം നടത്തുന്നു. എങ്ങനെയാണ് അത് നടക്കുന്നത്? തിരഞ്ഞെടുപ്പിലൂടെ വോട്ടവകാശം ഉപയോഗിച്ച് ജനങ്ങൾ തന്നെ അവരുടെ ഭരണാധികാരിനെ തിരഞ്ഞെടുക്കുന്നു. ആൻഡ് ലാസ്റ്റ് പറയുന്നത് ഇന്ത്യ ഈസ് എ റിപ്പബ്ലിക് കൺട്രി എന്നാണ്. എന്താണ് റിപ്പബ്ലിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ റിപ്പബ്ലിക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? റിപ്പബ്ലിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിനെ അത് ഹെറിഡിറ്ററി ആയിട്ട് ലഭിക്കുന്നതല്ല. അതിനെ തിരഞ്ഞെടുക്കുന്ന ഭരണാധികാരിയാണ്. നമുക്കറിയാം ഇന്ത്യ ഒരു റിപ്പബ്ലിക് കൺട്രിയാണ്. അമേരിക്ക ഒരു റിപ്പബ്ലിക് കൺട്രിയാണ്. അതേസമയം ബ്രിട്ടൻ ഒരു മൊണാർക്കിയൽ കൺട്രിയാണ്. അതാണ് ഇവിടുത്തെ വ്യത്യാസം. ഇന്ത്യൻ പ്രസിഡന്റിനെയും അമേരിക്കൻ പ്രസിഡന്റിനെയും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് വോട്ടവകാശം വഴിയാണ്, അല്ലെങ്കിൽ ഇലക്ഷൻ വഴിയാണ്. അതേസമയം ബ്രിട്ടന്റെ ഭരണാധികാരി അല്ലെങ്കിൽ ബ്രിട്ടന്റെ തലവൻ എന്ന് പറയുന്നത് കിങ് ആണ്, അല്ലെങ്കിൽ ക്യൂൻ ആണ്. അതൊരു ഹെറിഡിറ്ററി ആയിട്ടുള്ള അവകാശമാണ്. അതായത് ബ്രിട്ടനിലുള്ള ആർക്കും ബ്രിട്ടീഷ് ക്യൂനോ കിങ്ങോ ആകാൻ സാധിക്കത്തില്ല. ഒരു പ്രത്യേക ഫാമിലിയിൽ ജനിച്ച ആൾക്കാർക്ക് മാത്രമാണ് അത് സാധിക്കുന്നത്. പക്ഷെ ഇന്ത്യയിലേക്കോ അമേരിക്കയിലേക്കോ വരും ഏതൊരു ഇന്ത്യൻ പൗരനും ഏതൊരു അമേരിക്കൻ പൗരനും അവരുദ്ദേശിക്കുന്ന, അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് പാലിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു ഇന്ത്യൻ പ്രസിഡന്റോ അമേരിക്കൻ പ്രസിഡന്റോ ആകാം. റിപ്പബ്ലിക്കൻ കൺട്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ തലവനെ അല്ലെങ്കിൽ ഭരണാധികാരിയെ തിരഞ്ഞെടുപ്പ് വഴി തിരഞ്ഞെടുക്കുന്നു എന്നതാണ്. ഇനി ഭരണഘടന 4 പ്രധാന ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ 4 പ്രധാന ലക്ഷ്യങ്ങളും നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തിൽ കാണാൻ സാധിക്കും. ഒന്ന്, ഭരണഘടന നീതി ഉറപ്പാക്കുന്നു, അല്ലെങ്കിൽ ജസ്റ്റിസ് ഉറപ്പാക്കുന്നു. അതായത് എന്ത് തരത്തിലുള്ള ജസ്റ്റിസ് ആണ്, എന്ത് നീതിയാണ് ഉറപ്പാക്കുന്നത്? സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി എല്ലാവർക്കും ഉറപ്പാക്കുന്നു. ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീതി ഉറപ്പാക്കാൻ. 2, ലിബർട്ടി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം. ചിന്തിക്കാനും അഭിപ്രായം പറയുവാനും വിശ്വസിക്കാനും ആരാധനയ്ക്കും അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പാക്കുന്നു. അടുത്തത് ഇക്വാളിറ്റി അല്ലെങ്കിൽ സമത്വം. ഇതെന്താണ്? അവസരങ്ങളിലും അവകാശങ്ങളിലും
തുല്യത അല്ലെങ്കിൽ ജാതി മത ലിംഗഭേദമില്ലാതെ എല്ലാവർക്കും അവകാശങ്ങളിലും അതുപോലെ തന്നെ അവസരങ്ങളിലും തുല്യത ഉറപ്പാക്കുന്നു. ലാസ്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആണ് ഫ്രട്ടേണിറ്റി അല്ലെങ്കിൽ സൗഹൃദവും ഐക്യവും. ഇവിടെ എന്തൊക്കെയാണ് ഉറപ്പാക്കുന്നത്? സാഹോദര്യം, അതായത് ഒരു ബ്രദർഹുഡ്, ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും തമ്മിൽ ഒരു സാഹോദര്യം ഉറപ്പാക്കുന്നു. ഇതാണ് ഭരണഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. സോ നിങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് പി എസ് സിയിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ ഉറപ്പു നൽകുന്ന ലക്ഷ്യങ്ങൾ? അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ ഏവയെല്ലാമാണ് ഭരണഘടനയുടെ ആമുഖം ഉറപ്പു നൽകുന്ന ഒബ്ജക്റ്റീവ്സ്? ഏതൊക്കെയാണ്? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സൗഹൃദം അല്ലെങ്കിൽ ഫ്രട്ടേണിറ്റി. ഇനി എന്താണ് പ്രിയാമ്പിളിന്റെ പ്രാധാന്യം? നമുക്ക് പഴയ ഒരു രീതിയിലുള്ള പി എസ് സി എക്സാം ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു രീതിയിലേക്ക് ചോദ്യം വരില്ലായിരുന്നു. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് വന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു അനലിറ്റിക്കൽ വേയിലും കൂടെ നോക്കാം. ഒന്ന്, രാജ്യത്തിന്റെ മൂല്യങ്ങളും ദർശനങ്ങളും വ്യക്തമാക്കുന്നു. രണ്ട്, ഒരു ദേശീയ ബോധം വളർത്താൻ സഹായിക്കുന്നു. മൂന്ന്, ജനാധിപത്യമാണ് ഈ ഭരണത്തിന്റെ അടിസ്ഥാനമെന്ന് വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ന്യായാലയങ്ങൾ, അതായത് കോർട്ടുകൾ ഭരണഘടന വ്യാഖ്യാനിക്കാൻ പ്രിയാമ്പിൾ ഉപയോഗിക്കുന്നു. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നമ്മളത് നോക്കണം. അതായത് പ്രിയാമ്പിളിന്റെ പ്രാധാന്യം എന്നതിൽ ഈ ഒരു ഇതും കൂടെ വരും. കോർട്ടുകൾ ഭരണഘടന വ്യാഖ്യാനിക്കാൻ പ്രിയാമ്പിൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൂടി. ഇനി ഭരണഘടനയിലെ ആമുഖത്തിന് ചില ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. 42ാം ഭരണഘടനാ ഭേദഗതി 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തിൽ ചില അമെൻമെന്റ് അല്ലെങ്കിൽ ചില ഭേദഗതികൾ വന്നിട്ടുണ്ട്. സോ വർഷവും ഏത് ഭേദഗതിയാണ് എന്നുള്ളതും കൃത്യമായി ആലോചിക്കുക. 42ാം ഭരണഘടനാ ഭേദഗതി 1976. നമുക്കറിയാം ഈ സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ ടൈമിലാണ്. ആ സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമയത്ത് സഹായങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നത് റഷ്യയിൽ നിന്നാണ്, അല്ലെങ്കിൽ അന്നത്തെ USSRൽ നിന്നാണ്. അപ്പം USSRനെ ഒന്ന് പ്രീതിപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിലുണ്ടോ എന്നറിയത്തില്ല. എന്തായാലും ഭരണഘടനയുടെ ആമുഖത്തിലേക്ക് 3 വാക്കുകൾ നമ്മൾ കൂട്ടിച്ചേർത്തു. ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി. ഒന്ന് ഒരു ഈ 3 വാക്കുകൾ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി, ഈ 3 വാക്കുകൾ തുടക്കത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആമുഖത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തതാണ്. ഒന്നും കൂടെ ഞാൻ ആ വാക്കുകൾ പറയാം. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. ഏത് ഭരണഘടനാ ഭേദഗതിയാണ്? 42ാം ഭരണ ഭേദഗതി 1976. സോ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് അതൊരു വെറും മുഖവുരയല്ല. എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകുന്നതെന്നും എന്താണ് ഇന്ത്യയെന്നും അതുപോലെ തന്നെ ഓരോ ഇന്ത്യൻ പൗരന്റെയും ഉത്തരവാദിത്തം എന്താണെന്നും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് പ്രിയാമ്പിൾ. സോ ഇതോടുകൂടി പ്രിയാമ്പിൾ എന്ന ഭാഗത്തിന്റെ ക്ലാസ്സുകൾ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.